തീരത്തുനിന്ന് 4 മൈൽ അകലെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന അയാളുടെ വള്ളത്തിന്റെ തുഴക്കോൽ എങ്ങനെയോ കടലിൽ വീണുപോയി. ഭയങ്കരമായി ആഞ്ഞടിച്ച തിരമാലകൾ മൂലം അതിവേഗം പറത്തിക്കൊണ്ടുപോയ തുഴക്കോൽ തിരിച്ചെടുക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. മല പോലെ ഉയർന്നുവന്ന ഓളങ്ങളിൽപ്പെട്ട് വള്ളം മറിഞ്ഞു. അതിനെ നിയന്ത്രിച്ച് കരയ്ക്കടുപ്പിക്കുവാൻ നടത്തിയ അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം പരാജയമടഞ്ഞു. പുറം കടലിലേക്കാണ് വള്ളം നീങ്ങുന്നത്. വള്ളത്തിനെ നിയന്ത്രണത്തിലാക്കാൻ അദ്ദേഹം സർവ്വ കഴിവും ഉപയോഗിച്ച് പരിശ്രമിച്ചു. പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. കടലുമായി മല്ലിട്ട് അദ്ദേഹം തളർന്നു. രാത്രി മുഴുവൻ തുഴയില്ലാതെ ഇളകിമറിയുന്ന വള്ളത്തടിയിൽ കെട്ടിപ്പിടിച്ചിരുന്ന അദ്ദേഹം തന്റെ നിസ്സഹായതയിൽ ഏവർക്കും സഹായകമായ മാർ യൗസേപ്പിന്റെ മാധ്യസ്ഥം യാചിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, നീണ്ട വണ്ണം കുറഞ്ഞൊരു തടിക്കഷ്ണം തിരമാലയിൽപ്പെട്ട് വളരെ വേഗത്തിൽ തന്റെ വള്ളത്തിന്റെ സമീപത്തേക്ക് വരുന്നു. സർവ്വ കഴിവുകളും പ്രയോഗിച്ച് ആ തടിക്കഷ്ണം അദ്ദേഹം കരസ്ഥമാക്കി. തന്റെ വള്ളത്തിന്റെ നഷ്ടപ്പെട്ടു പോയ തുഴ തന്നെയായിരുന്നു അത്.